ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും പി ദിവ്യയ്ക്ക് കുരുക്കാകുന്ന രീതിയിലാണോ കാര്യങ്ങൾ പോകുന്നത്? തിരഞ്ഞെടുപ്പ് വരെ ഒരുവിധം കാര്യങ്ങൾ സൈലന്റ് ആക്കി മുന്നോട്ട് പോയെങ്കിൽ പോലും കോടതിയുടെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു താക്കീത് തന്നെയാണ്, തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ മരണത്തിലെ ആ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ അത് തുടരന്വേഷണം നടത്തണമെന്നാണ് കോടതിയുടെ സുപ്രധാന ഉത്തരവ്. ഇതോടൊപ്പം വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ അടക്കം മൊഴി രേഖപ്പെടുത്താനും ഉത്തരവുണ്ട്. പി ദിവ്യയുടെ ഫോൺ വിവരങ്ങൾ അടക്കം ശേഖരിച്ചുകൊണ്ട് ആസൂത്രണം നടന്നിട്ടുണ്ടോ? ഇതിന് പിന്നിൽ എന്താണ് ഗൂഢാലോചന? ശരിക്കും എന്താണ് സംഭവിച്ചത്? ജനങ്ങൾക്കടക്കം ഏറെ ആകാംക്ഷയുള്ള വിഷയം തന്നെയാണ് കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണമെന്നല്ല, ദുരൂഹ മരണം. സ്വാഭാവികമായ ഒരു ആത്മഹത്യ എന്ന രീതിയിൽ ആ കേസ് അവസാനിപ്പിക്കരുത്, പകരം അതിന് പിന്നിൽ പലതും സംഭവിച്ചിട്ടുണ്ട്. ആ വിവരങ്ങളൊക്കെ തന്നെ ദയവ് ചെയ്ത് നിയമ സംവിധാനത്തിന് മുന്നിൽ വരണമെന്ന് അപേക്ഷിക്കുകയാണ് നവീൻ ബാബുവിന്റെ കുടുംബം. പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ കുടുംബം സമർപ്പിച്ച ഹർജിയിൽ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് നിർണായകമായി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അസ്വാഭാവികമായ പല വിഷയങ്ങളായിരുന്നു അന്ന് കണ്ണൂരിൽ സംഭവിച്ചത്. രാത്രിക്ക് രാത്രി നവീൻ ബാബുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി വളരെ വേഗത്തിൽ പാർട്ടി നേതാക്കളുടെ എസ്കോർട്ടോടുകൂടി, ബന്ധുക്കളെ പോലും വേണ്ട വിധത്തിൽ കാണിക്കാതെ, ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പൊതുദർശനം പോലും നടത്താതെ വളരെ വേഗത്തിൽ പത്തനംതിട്ടയിൽ എത്തിച്ച് 24 മണിക്കൂറിനുള്ളിൽ ദഹിപ്പിച്ചതിന് പിന്നിൽ എന്തോ സംശയമില്ലേ? ഈ ചോദ്യമാണ് ഉയരുന്നത്. കേസിൽ പുനരന്വേഷണം നടത്തണമെന്നാണ് കോടതി നിലവിൽ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായുമുള്ള 4 കാര്യങ്ങൾ അത് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി ദിവ്യയുടെ ഫോൺ വിവരങ്ങൾ അത് മുഴുവൻ ശേഖരിക്കണമെന്നാണ് കോടതി ഉത്തരവിലൂടെ പറയുന്നത്. പി ദിവ്യയുടെ ഔദ്യോഗിക ഫോണിന്റെ വിവരങ്ങൾ ശേഖരിക്കണമെന്നാണ് പ്രധാനമായി കൊടുത്തിരിക്കുന്നത്. ദിവ്യയ്ക്ക് 4 ഫോണുകൾ ഉണ്ടായിരുന്നു. അതിൽ സ്വകാര്യ ഫോണിന്റെ വിവരങ്ങൾ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിച്ചു. അതിൽ കുടുംബം പരാതി ഉന്നയിച്ചു. ആ പശ്ചാത്തലത്തിൽ കോടതി വിശദമായ പരിശോധനയ്ക്കാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഇതുകൂടാതെ നവീൻ ബാബുവിന് പണം കൊടുക്കാൻ പ്രശാന്തൻ ആഭരണം പണയം വെച്ചോ എന്ന കാര്യം അത് പരിശോധിക്കണം, അത് കണ്ടെത്തണം. പ്രശാന്തൻ കൈക്കൂലി നൽകിയെന്നായിരുന്നല്ലോ നേരത്തെ ആരോപിച്ചത്. ഇത് പരിശോധിക്കാൻ വേണ്ടിയാണ് കോടതി ഇപ്പോൾ ഒരു വ്യക്തത തേടിയിരിക്കുന്നത്. ഇനി കൈക്കൂലി കൊടുക്കാൻ ഇരുവരും കൂടിക്കാഴ്ച നടത്തിയെങ്കിൽ അതിന്റെ CCTV ദൃശ്യങ്ങളുടെ വിവരങ്ങൾ അടക്കം ശേഖരിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കണം. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയാൽ തന്നെ അക്കാര്യം വ്യക്തമാകും. ഇതുകൂടാതെ അന്ന് കേസ് അന്വേഷിച്ച വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തണമെന്നാണ് കോടതി പറയുന്നത്. ഈ വർഷം മെയ് മാസത്തിനകം ഈ അന്വേഷണം പൂർത്തീകരിക്കണമെന്നും വ്യക്തമായി ഉത്തരവിലൂടെ കോടതി പറഞ്ഞിരിക്കുകയാണ്. കേസിൽ നീതി ലഭിക്കാൻ 1 വർഷത്തിലധികമായി നിയമപോരാട്ടം തുടരുകയാണ് കുടുംബം. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ ചായ്വ് ഉൾപ്പെടെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് കോടതിയിൽ നവീൻ ബാബുവിന്റെ കുടുംബം ഉന്നയിച്ചത്. എന്നാൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് പ്രോസിക്യൂഷൻ സ്വാഭാവികമായും വാദിക്കുന്നത് പോലെ കോടതിയിൽ വാദിച്ചു. അന്വേഷണത്തിലെ പ്രധാനപ്പെട്ട 13ഓളം വീഴ്ചകളാണ് കുടുംബം ചൂണ്ടിക്കാട്ടിയത്. പ്രതിയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒരു ഘട്ടത്തിൽ ഈ അന്വേഷണ നടപടികൾ ശരിവച്ചിരുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നെന്നും അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും പ്രതിഭാഗവും വ്യക്തമാക്കി. അതിലേറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ACP രത്നകുമാർ. ഇയാൾക്ക് ഭരണകക്ഷി പാർട്ടിയുമായി രാഷ്ട്രീയ അടുപ്പമുണ്ട്. ഏറെ ഗുരുതരമായ ആരോപണം. ഇതാണ് കുടുംബത്തിന്റെ ഹർജിയുടെ കാതലായ വിഷയം. അത് സാധൂകരിക്കാനുള്ള കാരണവുമുണ്ട്. കാരണം നിലവിൽ ഈ രത്നകുമാർ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിൽ CPM കൗൺസിലറാണ്. ഈ ബന്ധം അന്വേഷണത്തെ സ്വാധീനിച്ചേക്കുമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കേസിൽ രാഷ്ട്രീയ ഇടപെടൽ നടന്നു വന്ന കാര്യത്തിൽ ഇതിനപ്പുറത്തേക്ക് മറ്റ് സംശയങ്ങൾ എന്തെങ്കിലും വേണോ എന്നാണ് കുടുംബത്തിന്റെ ചോദ്യം. അതേസമയം തുടരന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ഈ ആവശ്യത്തെ പോലീസ് ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട്. ഉത്തരമേഖല IG-യുടെ ഉത്തരവനുസരിച്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഹൈക്കോടതിയുടെ നിർദ്ദേശമടക്കം പാലിച്ചായിരുന്നു ഈ അന്വേഷണം പൂർത്തീകരിച്ചത്. കുറ്റപത്രത്തിന്റെ കരട് തയ്യാറാക്കി പരാതിക്കാരിയെ ബോധ്യപ്പെടുത്തിയ ശേഷമാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചതിന് പിന്നാലെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം തുടരന്വേഷണം ആവശ്യപ്പെട്ട് സെഷൻസ് കോടതിയെ സമീപിച്ചത്. കേസിൽ CCTV ദൃശ്യങ്ങളും തെളിവുകളും ഒക്കെ കോടതിയിൽ എത്തിയിട്ടുണ്ട്. ADMന്റെ ഭാര്യ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്, ഒട്ടും തന്നെ അടിസ്ഥാനമില്ലാത്തതാണെന്നാണ് കണ്ണൂർ ടൗൺ CI തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വാദിച്ചത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായിരുന്ന രത്നകുമാറിന്റെ രാഷ്ട്രീയ ബന്ധം, CPI നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള പി ദിവ്യക്കെതിരെയുള്ള കേസിൽ
ഈ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. അതാർക്കും ആലോചിച്ചാൽ പോലും മനസ്സിലാക്കാവുന്നതാണ്. പ്രധാനമായും ഹർജിയിൽ ഉണ്ടായിരുന്ന വിഷയവും ഇത് തന്നെ ആയിരുന്നു. നേരത്തെ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളിയിരുന്നു. 2024 ഒക്ടോബർ 15 കണ്ണൂർ പള്ളിക്കുന്നിലെ ഔദ്യോഗിക വസതിയിൽ അവിടെ നിന്നും പുറത്തിറങ്ങി റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിയ നവീൻ ബാബു തിരിച്ചെത്തിയ ആത്മഹത്യ രീതിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതൊക്കെ തന്നെയാണ് സംശയം വർദ്ധിപ്പിച്ചത്. അന്ന് മുതൽ പത്തനംതിട്ടയിലേക്ക് സ്ഥലമാറ്റം കിട്ടിയ നവീൻ ബാബുവിന് 2024 ഒക്ടോബർ 14 കളക്ടറേറ്റിൽ ഒരു യാത്രയയപ്പ് നൽകിയിരുന്നു. ഈ യോഗത്തിൽ വിളിക്കപ്പെടാത്ത അതിഥി പോലെ മരണവുമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ എത്തി. ക്ഷണിക്കാതെ എത്തി അധിക്ഷേപപരമായ പരാമർശങ്ങൾ നടത്തി പ്രസംഗിച്ചു. അത് ഷൂട്ട് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിലിട്ട് പ്രചരിപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെയാണ് പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലേ ദിവസം രാത്രി മലബാർ എക്സ്പ്രസിന് ചെങ്ങന്നൂരിലേക്ക് പോകേണ്ടിയിരുന്ന അദ്ദേഹത്തെ കാത്ത് കുടുംബം റെയിൽവേ സ്റ്റേഷനിലെത്തിയെങ്കിലും ദുരന്ത വാർത്തയായിരുന്നു പിന്നീട് കേൾക്കാനിടയായത്. ADMന്റെ ആത്മഹത്യ സംസ്ഥാന സർക്കാരിനെയും CPMനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയതോടെ PP ദിവ്യ ആത്മഹത്യാ പ്രേരണ കേസിൽ ഏക പ്രതിയായി മാറി. മുൻകൂർ ജാമ്യം കിട്ടാതിരുന്നതോടെ 10 ദിവസം ജയിലിൽ കഴിഞ്ഞു. ദിവ്യയെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെ CPM നീക്കുകയും ചെയ്തു. നവീൻ ബാബുവിന്റെ ആത്മഹത്യക്കിടയാക്കിയ സാഹചര്യങ്ങളെക്കുറിച്ചും പെട്രോൾ പമ്പിനുള്ള എതിർപ്പില്ലാത്ത രേഖയ്ക്കായി നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തെക്കുറിച്ചും റവന്യൂ വകുപ്പും പോലീസും അന്വേഷണം നടത്തിയിരുന്നു. കൈക്കൂലി വാങ്ങിയതിനുള്ള തെളിവ് ഈ നിമിഷം വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. യാത്രയപ്പ് യോഗത്തിൽ PP ദിവ്യ നടത്തിയ പ്രസംഗമാണ് ADMന്റെ ആത്മഹത്യക്കിടയാക്കിയതെന്നാണ് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മഞ്ജുഷ കൊടുത്ത ഹർജി ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒരുപോലെ തള്ളി. പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് കാണിച്ചാണ് നവീൻ ബാബുവിന്റെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടു വന്നതെങ്കിൽ പോലും അത് കോടതി അംഗീകരിച്ചിട്ടില്ല. ഇതിന് പിന്നാലെയാണ് നിയമ നടപടിയുമായി മുന്നോട്ട് തന്നെ ആയിരിക്കും എന്ന രീതിയിൽ പ്രതികരണവുമായി കുടുംബവും നിലയുറപ്പിച്ചിരിക്കുന്നത്.